ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ് കേട്ടോ. എനിക്കിപ്പോ 36ാമത്തെ ആഴ്ച കഴിയാറായി, അതായത് 8 മന്ത് ലാസ്റ്റ് ആയി. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഹോസ്പിറ്റൽ ബാക്ക് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. എന്തായാലും ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കുള്ള സാധനങ്ങളും പിന്നെ ഉണ്ണിക്കുള്ളതും എല്ലാം മേടിച്ചു കഴിഞ്ഞു, എല്ലാം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ ഞാൻ 7th മന്ത് ഫസ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലേറ്റ് ആവും തോറും നടന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്തായാലും കുറച്ച് സമയം പിടിക്കില്ല എല്ലാം നോക്കി കണ്ട് മേടിച്ച് വരുമ്പോൾ. അതുകൊണ്ട് 7th മന്തിൽ ഭയങ്കര എന്താ പറയാ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ അമ്മയും കൂടി അതൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്ക് എപ്പോ വേണമെങ്കിലും പെയിൻ വരാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് സമാധാനം സ്വസ്ഥതയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്യൂട്ട് കേസിലാണ്, ഈ ഒരു പെട്ടിയിലാണ് കേട്ടോ ഉണ്ണിയുടെയും എന്റെയും സാധനങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. അത്യാവശ്യം വലുതാണ്, ഇത് ഒരെണ്ണം തന്നെ മതിയാവും, ഇതില് കംപ്ലീറ്റ് സാധനങ്ങൾ കൊള്ളും. ഇനി എങ്ങാനും കൊണ്ടില്ലെങ്കിൽ നമുക്ക് വല്ല ബാഗൊക്കെ വേറെ എടുക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഉണ്ണിയുടെ സാധനങ്ങളാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ ഡൈപ്പർ എടുക്കാം. അപ്പൊ ലവ് ലാപ്പിന്റെ ഡൈപ്പറാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് 60 ഡൈപ്പർ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മൊത്തം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ 2, 3, 4 ദിവസമാണ് അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ കൂടി നമുക്കിപ്പോ എക്സ്ട്രാ നമുക്ക് ബൈ ചാൻസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ. എന്തായാലും ഇത്ര അധികം ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്ന് കുറച്ചൊരു 12 പീസ് എടുത്തിട്ട് 12 ഡൈപ്പർ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ കുഞ്ഞി കുഞ്ഞി ഡൈപ്പേഴ്സ് ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ അച്ചടോ. ഇത്ര ഉള്ളൂ ന്യൂബോ, ശരിക്കും ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇനി പാകല്ലെങ്കിലും ഇതിലുള്ള ഉണ്ണി എന്തായാലും ഉണ്ടാവോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തോണ്ടാണ് ഇപ്പൊ ഇത് കാണാൻ പറ്റിയത്. ഞാൻ കുറച്ചുകൂടി വലുതാ വിചാരിച്ചേ. ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ, കറക്റ്റ് ഫിറ്റ്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അപ്പൊ വലിച്ചു നീട്ടുമ്പോ കുറച്ചും കൂടി ഉണ്ടാവും. അപ്പൊ ഇതൊരു 12 പീസ് ഞാൻ എടുക്കാണ്. ഒരു 12 പീസാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ മാറ്റി പ്രത്യേകം എടുത്ത് പാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ കുറച്ച് കവറുകള്, ഇത് ഒരു സൈഡ് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, തുണി പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്, ഒരു സൈഡ് കവറുമാണ്. ഇത് നമുക്ക് സിബ് ചെയ്ത് നല്ല സെക്യൂർ ആയിട്ട് വെക്കാം, തരം തിരിച്ചു വെക്കാലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇങ്ങനെ ഒരു സാധനങ്ങൾ വന്നിട്ട് നാശമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് വൈപ്സ് കൊണ്ട് ഞാനിതിങ്ങനെ ഉള്ളും പുറം തുടച്ചെടുത്തു. അപ്പൊ തന്നെ നീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇതിലാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ വെക്കണത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഈസിയാണ്. അമ്മയോ ഹസ്ബൻഡോ ഒക്കെ ആയിരിക്കും ഇതിന് മേ ബി എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ടാവുക. എനിക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവർക്കാവുമ്പോൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഞാൻ വെക്കണത് ഉണ്ണിക്ക് വേണ്ടി മേടിച്ച വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. നമ്മൾ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കുളിപ്പിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെറ്റ് വൈപ്സും കാര്യങ്ങളും ആവശ്യം ഉണ്ടാവും. അപ്പൊ ഇതിന് 3 എണ്ണമാണ് ഞാൻ മേടിച്ചത്. ഇതും ലവ് ലാപ്പിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന് ഒരു പീസ് മാത്രം നമുക്ക് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് തന്നെ മതി. ബാക്കി ഞാൻ എത്രയും മേടിച്ചത് വീട്ടിൽ വന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ലോ, അതുകൊണ്ട് മേടിച്ചതാണ്. അപ്പൊ ഇതില് 72 പീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറെ ഉണ്ടാവും, കുറെ നാള് തന്നെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തുണിയാണ് വെക്കുന്നത്. ഉണ്ണിക്ക് തുണി കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ഡബിൾ മുണ്ടാണ് കേട്ടോ. അച്ഛൻ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് നമ്മള് നമ്മൾ വെക്കുന്നത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ് ആണ്. കാരണം ഞാൻ
ഉണ്ണിക്ക് കിടക്കാനുള്ള ആ ഒരു സ്പേസിലേക്കുള്ളത് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി അയൺ ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് ഇതിന്റെ തന്നെ കവറാണ്, ഞാൻ കഴുകാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന. അപ്പൊ ഇത് നല്ലൊരു കവർ, ഇതിൽ തന്നെ നമുക്ക് വെക്കാം. ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടർക്കി വെക്കാം കേട്ടോ. റിസീവിംഗ് ടവല് ഇതില് ഒന്ന് വൈറ്റ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് റിസീവിംഗ് ടവലായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഉണ്ണീനെ ആദ്യമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസീവിംഗ് ടവലാണ്. പിന്നെ ഞാൻ ഒരു ഇങ്ങനെ പ്രിന്റഡ്, പിന്നെ യെല്ലോ, പ്ലെയിൻ യെല്ലോ, മൂന്നും ഒരേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഒക്കെ ബേബി ഹഗിന്റെ ആണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഈ 3 ടർക്കിയാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ 2 തോർത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം എടുക്കാല്ലേ, 2 എടുക്കാം. ഒന്ന് വൈറ്റും ഒന്ന് ലൈറ്റ് യെല്ലോയും. ഞാൻ യെല്ലോ കൂടുതൽ വരാൻ കാരണം എനിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയില്ല. അപ്പൊ ബ്ലൂവും പിങ്കും മനഃപൂർവ്വം ഒന്നും എടുക്കണ്ടെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടാതെ കിട്ടുന്ന പിന്നെ കളർ യെല്ലോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് യെല്ലോ രസമുണ്ട്, അങ്ങനെയാണ് യെല്ലോയ്ക്ക് വന്നത്. അപ്പൊ ഈ 2 തോർത്താണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മിറ്റൻസ്, ബൂട്ടീസ്, 2 തൊപ്പി, ഈ സംഭവങ്ങളാണ് വെക്കുന്നത്. ഉണ്ടായ അപ്പൊ തന്നെ വേണ്ടി വരുമെന്ന് അറിയില്ല. അങ്ങനെ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ വൈറ്റ് മിറ്റൻസ്, കുഞ്ഞു മിറ്റൻസ് 2 വൈറ്റ്, 2 കുഞ്ഞു ബൂട്ടീസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ മാച്ചിന് വൈറ്റ് തൊപ്പി, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു സ്ലീവ് ഉള്ള ഫ്രണ്ട് ഓപ്പൺ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയിലെ ബേബി ഹഗിന്റെ ആണ് എന്നത്. ഇത് സൈസ് 0 to 6 months. കുഞ്ഞിതാണ്, കുഞ്ഞ് ട്രൗസർ. ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. ഇതിപ്പോ അപ്പൊ തന്നെ അവര് ചോദിക്കുകയാണെങ്കിൽ വൈറ്റ് ഡ്രസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ട്. പിന്നെ വേറെ കളറിൽ ഞാനിപ്പോ ഇത് മാത്രമേ യെല്ലോ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. തൊപ്പി വേറെ ഒരെണ്ണം കൂടി മേടിച്ചെന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു കവറിലാണ് വെക്കുന്നത്. ഇത് കൊഴിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ഇതെടുക്കുമ്പോ. പിന്നെ കുറച്ച് കെട്ടുടുപ്പാണ് കേട്ടോ. ഇത് ഫ്രണ്ട് ഓപ്പണിൽ വരുന്ന, ഫ്രണ്ടില് കെട്ടുവരുന്ന ഉടുപ്പാണ്. 5 വെള്ള കെട്ടുടുപ്പും പിന്നെ 2 കളറും. അപ്പൊ ഉണ്ണിക്കുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇനി ഈ ഒരു സംഭവമാണ് കേട്ടോ എടുക്കാനുള്ളത്. എന്തായാലും ഞാൻ ഇതിൽ കൊള്ളിക്കുന്നില്ല. പിന്നെ ഇതങ്ങനെ നമ്മള് റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാറിൽ വെച്ചാലും മതി, നമുക്ക് ആവശ്യത്തിന് പോയിട്ട് എടുക്കാലോ. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ ക്യാരി ബെഡാണ്. ഇനി എടുത്തോണ്ട് നടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്രൈ നാട്ടിൽ മേടിച്ചത്. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് വേണ്ടി വരാന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തിരിച്ച് ഉണ്ണിയെ കൊണ്ടുവരാനും കാറിലൊക്കെ ഇരിക്കുമ്പോൾ സേഫ് ആയിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ആവശ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ സമയത്തേക്ക് എടുക്കാം. എന്തായാലും പാക്ക് ചെയ്യുന്നില്ല, പാക്ക് ചെയ്യുന്നുണ്ട്, ഈ ബാഗിൽ പാക്ക് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ചെയ്യുന്നത്. പിന്നെ നെറ്റ് ബെഡിന്റെ ആവശ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ഒരു കുഞ്ഞു പില്ലോക്കെ ഉണ്ട്, അപ്പം എന്തായാലും നമുക്ക് കാറിൽ എന്തായാലും എടുത്ത് വെക്കാം. ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ ഇപ്പൊ നമ്മളിത് വെച്ചിട്ടാണോ ഇടാന്ന് എനിക്ക് ഉണ്ണിനെ വെക്കാന്നൊന്നും അറിയില്ല, ഉണ്ണിക്ക് എടുത്താന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും എടുക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബെഡ്. ഇനി നമ്മൾ ഉണ്ണിക്ക് എടുക്കാനുള്ളത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ഈ സോപ്പും ക്രീമും പിന്നെ ലോഷനും, ഈ 3 ഐറ്റംസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പൗഡർ ഒന്നും എന്തായാലും യൂസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് പൗഡർ പിന്നെ ഭാവിയിലായാലും അധികം അങ്ങനെ യൂസ് ചെയ്തൊന്നും വരില്ല. എന്നാലും വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പൗഡറും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 പ്രോഡക്ട്സ് ആണ് കേട്ടോ നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യുന്നത്. ഇത് സോപ്പാണ് സെബാമെഡിന്റെ, ബോഡി ലോഷനാണ്, ഇത് ക്രീമാണ്. ഉണ്ണിയുടെ കഴിഞ്ഞു. ഇനി എനിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ എനിക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഫസ്റ്റ് ഞാൻ ഇത് ഇന്നോവേഴ്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് പാൻറ്റീസ്, പിന്നെ ഫീഡിങ് ബ്രാസ്, അതായത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫീഡിങ് ബ്രാസ് കുറച്ച്, പിന്നെ നോർമൽ ബ്രാസ് ഞാൻ യൂസ് ചെയ്യുന്നത്, പിന്നെ തോർത്ത് 2. ഞാൻ യൂസ് ചെയ്യുന്ന തോർത്ത് തന്നെ കഴുകി എടുത്തേക്കാണ്. കാരണം പുതിയത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം പുതിയതാകുമ്പോൾ നമ്മുടെ നെറ്റിന് വെള്ളം പോവില്ല. അപ്പൊ അത് കാരണം ഞാൻ എന്റെ ഉള്ളതില് നല്ല 2 തോർത്ത് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഒരൊറ്റ സെറ്റപ്പ് ആയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് ഫസ്റ്റ് തന്നെ ഇറക്കി വെക്കാം.
ഓക്കെ, അപ്പൊ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എനിക്ക് വെക്കണത് ഒരു 4 ഫീഡിങ് ഡ്രസ്സസ് ആണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ഇത് ഇട്ടിട്ട് ഇനിയുണ്ട്. ഇത് ഞങ്ങൾ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാനും അമ്മയും കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഒരു 50-50 എന്ന് പറയാം. എനിക്കൊരു 7th month ഒക്കെ ഇപ്പോൾ തയ്ക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഒറ്റ ഇരിപ്പിനൊന്നല്ല, എനിക്ക് പറ്റുന്ന പോലെ. അപ്പോൾ ഫ്രണ്ടിൽ ഇൻവിസിബിൾ സിബാണ് വെച്ചിട്ടുള്ളത്. ഞാൻ തന്നെ നമ്മൾ തുണിയെടുത്തിട്ട് നൈറ്റി പീസാണിത്. തുണിയെടുത്തിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് പലതും പല മോഡലിൽ തയ്ച്ചു. എല്ലാത്തിനും ഫ്രണ്ടിൽ സിബ് വയ്ക്കുകയാണ് ചെയ്തത്. നൈറ്റ് ഇടാനായിട്ട് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇതെന്തായാലും ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇത് തയ്ച്ചതല്ല, ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാണ്. ഇത് ഫ്രണ്ടിൽ ഫുൾ ഓപ്പൺ ആയിട്ട്, ഇവിടെ വരെ ഓപ്പൺ ആയിട്ട് ബട്ടൺസ് ആണ്. ഇത് ഫുള്ള് ലെങ്ത് ഉള്ള ഒരു ഗൗൺ ആണ്. അപ്പം ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് വെറുതെ. ഞാൻ ഇത് എടുക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മോഡല്. പിന്നെ ഞാന് ഇത് പാന്റും ടോപ്പും ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നല്ല രസമുണ്ട്. ഞാനിത് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതല്ല ശരിക്കും, പക്ഷെ എനിക്ക് ഇത് ഓൺലൈനിന്നാണ്. അപ്പൊ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെറ്റീരിയലൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലില് നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റാണെന്നുണ്ടെങ്കിൽ ഇടാൻ, എനിക്ക് ഇങ്ങനത്തെ ഇടാനാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം ആ സമയത്ത് കംഫർട്ടബിളും കൂടി നോക്കിയിട്ട് ഇടാം. പറ്റിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് പറ്റുന്ന വേറെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിടാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും ഈ ഒരു ജോഡി ഞാൻ എടുക്കാന്ന് തന്നെ വിചാരിച്ചു. ഇത് എന്തായാലും താഴെ വയ്ക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടി വരാം ഇതിങ്ങനെ ഫസ്റ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇതെന്റെ ആഗ്രഹത്തിന് വെക്കേണ്ടത്. ആർക്കൊന്നും തോന്നണ്ട, ഞാൻ എന്റെ ആഗ്രഹത്തിന് വെച്ചതാണ്. പ്രസവിച്ച് വരുമ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതിയെന്ന് തോന്നും ചിലർക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല, അതിപ്പോ ഇട്ടേ പറ്റുന്നൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തത് വെച്ചേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഡ്രസ്സിന്റെ സംഭവം കഴിഞ്ഞു. ഇന്നോവേഴ്സ് ആയി, പിന്നെ ഡ്രസ്സസ് ആയി, എല്ലാവരും ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് പാഡും കാര്യങ്ങളാണ് വേണ്ടി വരുന്നത്. നെക്സ്റ്റ് ഇതില് ഒരെണ്ണത്തില് 5 എണ്ണാണുള്ളത്. ഇത് പാഡ് ഫിക്സേറ്റർ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലരും ഡെലിവറി ബാക്ക് പാക്കിങ്ങും അല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറിയൊക്കെ കേട്ടിട്ടും അങ്ങനെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായിട്ട് മേടിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് മേടിച്ചിട്ടുള്ളതാണ് പാഡ് ഫിക്സേറ്റർ. ഇതിൽ നമുക്ക് പാഡ് വെക്കണം. അത് ഒരെണ്ണത്തില് 5 എണ്ണാണുള്ളത്. അപ്പൊ ഞാൻ ഈ 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഫിക്സേറ്റർ, അത് പാഡ് ഫിക്സേറ്റർ ആണല്ലോ. അതിലേക്കുള്ള പാഡ് ഞാൻ മേടിച്ചത് വിസ്പറാണ്. പൊതുവെ എനിക്ക് വിസ്പറിന്റെ പാഡ് എനിക്ക് അത്ര ഇഷ്ടമില്ല, മണാണ് എനിക്ക് അതിന്റെ ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇത് തന്നെ മേടിച്ചു. കാരണം ഇതിന്റെ നമ്മുടെ വിസ്പറിന്റെ ഒക്കെയാണ് ടെക്സ്ചർ ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കും. അപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് അടിയിൽ സ്റ്റിച്ച് ഒക്കെ ഉണ്ടാവുമ്പോൾ കൊളത്തി വലിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് പലരുടെയും സ്റ്റോറിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാന് വിസ്പർ മേടിച്ചു. ഡിഫറൻസ് ഞാൻ കാണിച്ചത് ഇതിപ്പോ ഞാനിതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് വലിച്ചു കീറുക അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടി വരും. ഇതിന്റെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്നർ ഭാഗം നമുക്കിത് സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ആ സ്റ്റിച്ചുമ്മ ഇങ്ങനെ കുളത്തി വലിയ അല്ലെങ്കിൽ വേദന എടുക്കാൻ സംഭവം ഉണ്ടാവില്ല. ഇത് എക്സ്ട്രാ സൈസ് ആണ് കേട്ടോ, വലിയ എക്സൽ ആണിത്. ഇത് നമ്മുടെ പീരിയഡ് പാന്റ് വൃത്തിയിൽ കട്ട് ചെയ്തിട്ട് 25 ഇതിലിപ്പോ ഇതുണ്ടോ 1 2 3 4 എണ്ണാണുള്ളത്. ഇതും നമുക്ക് അത്യാവശ്യം ചിലവര് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ടൈപ്പാണ്. ചിലവര് പറയുന്നത് പാഡ് ഫിക്സേറ്റർ സെപ്പറേറ്റ് പാഡൊക്കെ വെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഏതായാലും ഇപ്പൊ ഇത് പറ്റിയില്ലെങ്കിൽ അത് എടുക്കാനും അത് പറ്റിയില്ലെങ്കിൽ ഇത് എടുക്കാനും ഞാൻ എന്തായാലും 2 കൈ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെക്കുന്നത് 4 എണ്ണം എടുത്തുള്ളൂ. ഇത് ഓവർഫ്ലോ ഉള്ളത് നമുക്ക് ഫസ്റ്റത്തെ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ തന്നെ ധാരാളമാവും. 4 എണ്ണം മതി തോന്നും. ഇനി എങ്ങാനും ഇതാണ് ആവശ്യം വന്നത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ മേടിക്കാം. ഇപ്പൊ എന്തായാലും 4 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിക്കുള്ള വെറ്റ് വൈപ്സ് വെച്ചിട്ടുണ്ട്. ചിലപ്പോ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പൊ അതല്ല കുറച്ചും കൂടി വീര്യം കൂടി ഇത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്, വലിയ ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ബെൽറ്റ് ആണ് വെക്കുന്നത്. ഇത് ബേബി ഹഗിന്റെ ആണ്. അപ്പോൾ ഇത് നമുക്ക് പോസ്റ്റ് പാർട്ടം, അതായത് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും ഡെലിവറിക്ക് മുന്നാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടായത്. ഇപ്പൊ 9th monthലേക്ക് ആവശ്യം വരുമെന്ന് അറിയില്ല. നമുക്ക് ബെല്ലി ഒരുപാട് വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് അങ്ങോട്ട് ചായ ഇങ്ങോട്ട് ചായക്കിനൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് നിർബന്ധമായിട്ട് വേണമെന്ന് തോന്നിയൊരു സംഭവമാണ്. അപ്പൊ ഇത് എന്തായാലും മറക്കാണ്ട് ഞാൻ എടുക്കുന്നുണ്ട്.
പിന്നെ ഇതാണ് സംഭവം, മാനുവൽ ബ്രസ്റ്റ് പമ്പാണിത്. നമുക്കിപ്പം ഹോസ്പിറ്റൽ ആവശ്യം വന്നില്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല, പിന്നീട് അതിന് ആവശ്യം വരും. അതിൽ നിപ്പിളുണ്ട്, ആഫ്റ്റർ ഡെലിവറി ഉണ്ണിക്ക് ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിപ്പോ മിൽക്ക് നമുക്ക് കുറച്ച് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ച് നമ്മളൊന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട്. നമ്മൾ 4 ഇങ്ങനെ ഉള്ളൊരു കവറ് ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നമുക്ക് മാറ്റി നനഞ്ഞതോ അല്ലെങ്കിൽ നനഞ്ഞതോ എന്തുണ്ടായാലും നമുക്ക് മാറ്റി വെക്കാനായിട്ട് ആവശ്യത്തിന് 4 എണ്ണം എക്സ്ട്രാ കവർ വെക്കുന്നുണ്ട്. ഈ ബാഗിക്ക് അത് കഴിഞ്ഞു. ഇനി ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഹാൻഡ് ബാഗിലാണ് വെക്കുക. ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല സംഭവമാണ് നമ്മുടെ ഫയൽ. നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ കംപ്ലീറ്റ് സ്കാനിങ്ങിന്റെയും നമ്മുടെ മെഡിസിന്റെ കാര്യങ്ങളായാലും എന്തിന്റെ ആയാലും കംപ്ലീറ്റ് നമ്മുടെ ആ ഫയൽ എടുക്കാൻ മറക്കരുത്. ഇത്രയും സാധനങ്ങൾ എടുത്തില്ലും ഈ ഒരൊറ്റ ഫയൽ എടുത്തിട്ട് പ്രസവിക്കാൻ ഓടിക്കോളൂ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ പിന്നെ നമുക്ക് പിന്നെ വരുത്താവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ഫയലാണ് വേണ്ടത്. അപ്പൊ ഇത് മറക്കരുത്. ഇത് ഞാനിപ്പോ എന്തായാലും ഇതിൽ വെക്കുന്നില്ല. ഞാൻ ഈ കള്ളിയിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്, സേഫ് ആയിട്ട് ഇരുന്നോളൂ. ഇനി എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അത് ലാസ്റ്റ് ആണ്. ഇനി എനിക്ക് കുറെ വട്ടം ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. 1, 2, 3, 4 വട്ടമൊക്കെ ചിലപ്പോൾ പോകാനുണ്ടാവും. അപ്പോഴൊക്കെ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗിൽ വെക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഇപ്പൊ വെച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ. പിന്നെ ഞാൻ സോപ്പിന് പകരം ഗുഡ് വൈബ്സിന്റെ മോയ്സ്ചറൈസിങ് ഷവർ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പുറത്തേക്ക് സോപ്പായിട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് സോപ്പ് പെട്ടി വേണം, പിന്നെ അത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഷവറിങ് ജെൽ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പാണ് കേട്ടോ, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു മുടി പോലും കൊഴിയില്ല. ഇപ്പോഴും ഞാൻ പ്രഗ്നൻസിയിൽ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പഴയൊരു കഴിഞ്ഞ ബോട്ടിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു കുഞ്ഞിപ്പെട്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ്. ഇതെന്തൊക്കെയാണെന്ന് കാണിക്കുന്നില്ല കേട്ടോ, അത് നമ്മൾ ഓരോരുത്തരെ ആവശ്യാനുസരണം ഇരിക്കുമല്ലോ. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളൊരു കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സുന്ദരിയായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഹോസ്പിറ്റലാണെങ്കിലും ഒരു സന്തോഷമുള്ളൊരു കാര്യത്തിനല്ലേ പോകുന്നത്, അപ്പോൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പാക്ക് ചെയ്യേണ്ടത് സ്ലിപ്പറാണ് കേട്ടോ. ചുമ്മാ അവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പർ പാക്ക് ചെയ്യണം. അത് ഞാൻ വീട്ടിൽ ഇട്ട് നടക്കുന്നത് തന്നെ വാഷ് ചെയ്തിട്ട് അപ്പോൾ കൈ പിടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ഇനി മറക്കാതെ കൈ പിടിക്കേണ്ട സാധനങ്ങൾ നമ്മുടെ ഫോണും ചാർജറും ഒക്കെയാണ്. അതൊന്നും ഇപ്പം തന്നെ പാക്ക് ചെയ്യാൻ പറ്റില്ലോ, ചാർജറൊന്നും ഇനിയും യൂസ് ചെയ്യാനുള്ളതല്ല. പിന്നെ പെയിനൊക്കെ വന്ന് പോകേണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് കൈ പിടിക്കണം എന്നുണ്ട്. മറന്നില്ലെങ്കിൽ കൈ പിടിക്കും. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇത്രയേ ഉള്ളൂ. എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഇനിയും സമയമൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഉപകാരമാവും. പിന്നെ എൻ്റെ ഈ വയറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബേബി ഗേൾ ആയിട്ടാണോ ബോയ് ആയിട്ടാണോ തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. എന്ത് കുഞ്ഞായാലും എനിക്ക് കുഴപ്പമില്ല. ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയാൽ മതി. എങ്കിലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ, നമുക്ക് ലാസ്റ്റ് നോക്കാം ആര് പറഞ്ഞതാ ശരി. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സൊക്കെ എഴുതി അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.